കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപത്രവുമായി കോൺഗ്രസ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളിൽ അവഗണന. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപത്രവുമായി കോൺഗ്രസ്. വീഡിയോ ചിത്രീകരണം മുതൽ സംസ്കാര ചടങ്ങുകളിൽ വരെ മൻമോഹൻ സിംഗിനോടും കുടുംബത്തോടുമുള്ള അവഗണന ദൃശ്യമായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു. ദൂരദർശന് മാത്രമായിരുന്നു ചിത്രീകരണത്തിന് അനുമതി. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് പകരം മോദിയെയും അമിത്ഷായെയും മാത്രമാണ് ദൂരദർശൻ സംരക്ഷണത്തിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നത്. മുൻനിരയിൽ 3 സീറ്റ് മാത്രമാണ് കുടുംബത്തിന് നൽകിയത്. കോൺഗ്രസ് നേതാക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ മാത്രമാണ് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചതെന്നും പവൻ ഖേര വിവരിച്ചു. മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് KPCC ദേശീയ പതാക മൻമോഹൻ സിംഗിന്റെ ഭാര്യയ്ക്ക് കൈമാറിയപ്പോൾ പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റ് നിന്നില്ല. ഭൂട്ടാൻ രാജാവ് എഴുന്നേറ്റ് നിന്നപ്പോഴും മോദി ഇരിക്കുകയായിരുന്നു. സംസ്കാര സ്ഥലത്ത് അല്പസ്ഥലം മാത്രമാണ് കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. പൊതുജനത്തെ ഗേറ്റിന് പുറത്തു നിർത്തിയെന്നും കുറ്റപത്രമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പവൻ ഖേര ആരോപിച്ചു. അതേസമയം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നിഗംബോധ്ഘട്ടിൽ നടത്തിയതിനെ ചൊല്ലി കോൺഗ്രസ് BJP വാക്പോര് രൂക്ഷമായി. കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ BJP വക്താക്കൾക്ക് നിർദ്ദേശം നൽകി. PV നരസിംഹറാവുവിന്റെ മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് കയറ്റുന്നത് സോണിയാഗാന്ധി വിലക്കിയെന്ന ചില നേതാക്കളുടെ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടിയാണ് BJP മറുപടി നൽകിയത്. മൻമോഹൻ സിംഗ് ഈ അപമാനത്തിന് സാക്ഷിയായിരുന്നുവെന്നും BJP നേതാവ് അമിത് മാളവ്യ പറഞ്ഞു. മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന കോൺഗ്രസ് ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടന്ന ദിവസം രാഷ്ട്രീയം കളിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് നദ്ദ പറഞ്ഞത്. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് കോൺഗ്രസ് സോണിയാഗാന്ധിയെ സൂപ്പർ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പദത്തെ അപമാനിച്ചുവെന്നടക്കം നദ്ദ ആരോപിച്ചു.